ക്ലിയർ ആയി കാണുമല്ലോ. അപ്പോൾ നമ്മൾ ഷോൾഡർ എങ്ങനെ എടുക്കുക, ഒരു ജോയിന്റ് മുതൽ അടുത്ത ജോയിന്റ് വരെയുള്ള നീളം കേട്ടോ. ഇങ്ങനെ പിടിച്ചിട്ട് കിട്ടുന്ന നീളം എത്രയാണോ അതാണ് നമ്മുടെ ഷോൾഡർ. അതിൻ്റെ ടോട്ടൽ നമ്മൾ എടുക്കൂല. നമ്മൾ എന്താ ചെയ്യുക, എത്രയാണോ നമുക്ക് കിട്ടുന്നത് ആ മെഷർമെൻറ്റ് ഷോൾഡർ എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് ചെസ്റ്റാണ്. ചെസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബോഡിയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് 2 കൈയും പൊക്കിയതിന് ശേഷം നമ്മൾ ഇങ്ങനെ ചുറ്റി പിടിക്കുക. കണ്ടോ, ഇങ്ങനെ ചുറ്റി പിടിച്ചതിന് ശേഷം നമ്മൾ ഒരു ഫിംഗർ ലൂസിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ 2 ഫിംഗർ ലൂസ് വെച്ചിട്ടോ എടുക്കുക. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇത് ഇളകുന്ന രൂപത്തിൽ കേട്ടോ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതാണ് നമ്മുടെ ചെസ്റ്റ് ലൈന്, ചെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എങ്ങനെ ചെസ്റ്റിൻ്റെ അളവ് എടുക്കുക, നമ്മൾ ചുറ്റി പിടിക്കുക. അത് എന്നിട്ട് നമ്മൾ അവിടുത്തെ വണ്ണം എത്രയാണെന്ന് എഴുതി വെക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇനി നമുക്ക് വേണ്ടത് വേസ്റ്റിൻ്റെ വണ്ണാണ്. വേസ്റ്റിൻ്റെ വണ്ണത്തിന് മുമ്പായിട്ട് നമുക്ക് വേസ്റ്റിൻ്റെ നീളം കാണണം. അപ്പോൾ നമ്മളിങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ ഈ ബോഡിയിൽ കണ്ടോ വണ്ണം കുറഞ്ഞൊരു ഷേപ്പിലെ ഭാഗം, ഇതാണ് നമ്മുടെ ഷേപ്പിൻ്റെ ഭാഗം, അതായത് വേസ്റ്റ് ലെങ്ത്ത് എന്നൊക്കെ പറയും. അപ്പോൾ ഈ വേസ്റ്റ് ലെങ്ത്ത് നമുക്ക് കിട്ടുന്ന ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഈ വണ്ണം കുറഞ്ഞ ഭാഗത്ത് ഇതേപോലെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് എത്രയാണോ കിട്ടുന്നത് നോക്കുക. ഇതാണ് വേസ്റ്റിൻ്റെ വീതി വരുന്നത്, വണ്ണം വരുന്നത്. ഓക്കെ, ഈ നീളമാണ് ഫസ്റ്റ് കാണിച്ചത് നമ്മുടെ ഷോൾഡർ മുതൽ നമ്മുടെ വേസ്റ്റിൻ്റെ നീളം. ഓക്കെ, എവിടെയാണ് വരുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഹിപ്പാണ്. നമ്മളിപ്പോൾ ആർക്കാണ് ചെയ്യുന്നത് അവരുടെ ഓപ്പണിൻ്റെ ലെങ്ത്ത് നമ്മൾ കാണുക എങ്ങനെയാണ്, നമ്മൾ ഷോൾഡറിൽ തന്നെ കറക്റ്റ് ടാപ്പ് പിടിക്കും. എന്നിട്ട് നമുക്ക് എത്ര ഇഞ്ചിനാണോ ഓപ്പൺ വേണ്ടത് ആ ഓപ്പണാണ് നീളം നമ്മൾ മാർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ വലിയ ആൾക്കാർക്കൊക്കെ ചെയ്യുമ്പോൾ 19.5, 20.5, 21 അങ്ങനെയൊക്കെയാണ് നമ്മൾ എടുക്കുക. ഇത് നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുക, ഓപ്പണിൻ്റെ നീളം കൊടുക്കുക. ചില ആൾക്കാർക്ക് മുകളിലോട്ട്, ചിലർക്ക് താഴോട്ട്, അങ്ങനെ ആയിരിക്കും ഓപ്പൺ ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഷോൾഡർ മുതൽ നമ്മൾ ഓപ്പൺ നീളം എവിടെ വരെയാണോ നോക്കിയിട്ട് അവിടെ വരെയുള്ള നീളം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിപ്പോൾ ഇവിടെ ഇട്ടാണ് നീളം വന്നതെങ്കിൽ അവിടുത്തെ വണ്ണാണ് നമ്മുടെ ഹിപ്പിൻ്റെ വീതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെസ്റ്റും വേസ്റ്റും ഹിപ്പും വണ്ണം നോക്കൽ ഒരുപോലെ തന്നെയാണ്, ഡിവൈഡ് ചെയ്യലും ഒരുപോലെ തന്നെയാണ്. പിന്നെ നമ്മൾ നെക്ക് ലെങ്ത്തും ഷോൾഡർ മുതൽ താഴോട്ട് ഇങ്ങനെ ടാപ്പ് പിടിച്ചിട്ട് നമുക്ക് എത്ര നീളമാണോ നെക്കിന് വേണ്ടത്, എത്ര ഇറക്കത്തിലാണോ നമുക്ക് വേണ്ടതെങ്കിൽ അതാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. കറക്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് എടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് വീതിയും അങ്ങനെ തന്നെയാണ്. നമുക്ക് വീതി 2 രൂപത്തിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു ഭാഗത്തോട്ടേക്കുള്ള അകലം എത്ര ഉണ്ട് നോക്കിയാൽ മതി. അതിൻ്റെ ഹാഫാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഡിവൈഡിങ് ഒക്കെ ഞാൻ നോട്ട് വിടാം. ഇപ്പം നിങ്ങൾ മെഷർമെൻറ്റ് എടുക്കുന്ന മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഈ ഒരു രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ രണ്ടാമത്തെ രൂപം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ചുറ്റും നമ്മളൊന്ന് റൗണ്ട് ചെയ്ത് പിടിക്കുക. ഇതുപോലെ നമ്മൾ റൗണ്ട് ചെയ്ത് പിടിക്കുക. കണ്ടോ, ഇതുപോലെ റൗണ്ട് ചെയ്ത് പിടിക്കുക. ഈ 2 ഭാഗം ഇങ്ങനെ റൗണ്ട് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് ഈ ഒരു തൊണ്ടക്കുഴിയില്ലേ അതിൻ്റെ കുറച്ച് താഴെയായിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് എത്ര ഇഞ്ചാണോ കിട്ടുന്നത് നോക്കിയാൽ മതി കേട്ടോ. ഇങ്ങനെ റൗണ്ടിൽ പിടിക്കുക. ഇതിപ്പോൾ എന്താ ചെയ്തത്, നെക്കിലെ റൗണ്ടിലൂടെ ടാപ്പ് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചു, എത്ര ഇഞ്ചാണ് കിട്ടിയത് നോക്കി. ഇപ്പോൾ ഇതിൽ 16 കിട്ടുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തെടുത്താൽ നമുക്ക് അങ്ങനെ കിട്ടും. ഇല്ലെങ്കിൽ ഒരു ഭാഗം മുതൽ അടുത്ത ഭാഗം വരെയുള്ള അളവ് നോക്കിക്കഴിഞ്ഞാലും കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ മെഷർമെൻറ്റ് എടുക്കുക എന്നുള്ളത്. ഇതിൽ ഈ ഒരു മെഷർമെൻറ്റ് കൊണ്ട് തന്നെ നമുക്കെല്ലാം സ്റ്റിച്ച് ചെയ്യാൻ കഴിയും കേട്ടോ. പിന്നെ നമുക്ക് സ്ലീവിൻ്റെ നീളം, പിന്നെ നമ്മുടെ ഈ ഒരു ഷോൾഡർ ഉണ്ടല്ലോ, ഈ ഒരു ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് താഴോട്ട് എത്ര ഇഞ്ച് നീളത്തിൽ വേണം നോക്കും. പിന്നെ വണ്ണം നോക്കുന്ന സമയത്ത് ഈ ഒരു ഡെമ്മിക്ക് പിന്നെ സ്ലീവ് ഇല്ല. അപ്പം നമ്മുടെ ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളെ കയ്യിൽ ഇങ്ങനെ റൗണ്ട് പിടിച്ചിട്ട് എത്ര ഇഞ്ചിലാണോ നമുക്ക് കിട്ടുന്നത് നോക്കിയിട്ട് അതാണ് നമ്മൾ എഴുതി വെക്കുക കേട്ടോ. വണ്ണം പിടിക്കൽ ഇങ്ങനെയാണ്, കയ്യിൻ്റെ വണ്ണം. ലെങ്ത്ത് നിങ്ങൾ കണ്ടല്ലോ ഇതേപോലെ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ മെഷർമെൻറ്റ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് മെഷർമെൻറ്റ് എടുത്ത് നിങ്ങളുടെ ബോഡിയുടെ മെഷർമെൻറ്റ് എടുത്തിട്ട് ഒന്ന് വാട്സപ്പ് ചെയ്തോളി. അത് എങ്ങനെ ഡിവൈഡ് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ.